പ്രവാസം. ഈ ഹോസ്പിറ്റൽ തുറന്നതിന് ശേഷം ഒരുപാട് രോഗികളെ, പൈസ ഉണ്ടോ പൈസ ഇല്ല അത് വേറെ കഥ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആധികാരികമായി കയറി വന്ന് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ അടി കൂടാം, വഴക്ക് കൂടാം, ഡിസ്കൗണ്ട് ആക്കാം, എന്തിനും ഒരു സൗകര്യമുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ മരിച്ച് 40 മിനിറ്റ് വരെ CPR കൊടുത്ത് രക്ഷപ്പെടുത്തിയ പേഷ്യൻ്റ് ഉണ്ട്. 40 മിനിറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ്റെ പുറത്താണ്. എന്നിട്ടും നമ്മൾക്ക് ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു, മരിച്ചെന്നൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നമ്മളെ ഡോക്ടർമാരും അത് നമ്മൾ തന്നെ ഒരു കൂട്ടത്തിലുള്ള ആയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിടാൻ മനസ്സ് വരാതെ ഞങ്ങളത് ഡോക്ടർമാർ ശ്രമിച്ചു 40ാമത്തെ മിനിറ്റിലാണ് CPR കൊടുത്ത് കിട്ടുന്നത്, വെന്റിലേറ്ററിൽ കയറ്റി. അങ്ങനെ ആകുമ്പോൾ നാട്ടിൽ മരിച്ചു എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് അയാളെ ബ്രദറൊക്കെ ബോധം വിട്ടൊക്കെ വീണ് കഴിഞ്ഞു. പക്ഷെ അതേ ജീവിതത്തിലോട്ട് അവസാനം ഈ എല്ലൊക്കെ പൊട്ടിപ്പോയി. അവസാനം അതെല്ലാവർക്കും ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആളെ. പക്ഷെ അയാൾ തിരിച്ചു വന്നു. ആ തിരിച്ച് നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ട് ആ കൈ കൊടുത്ത് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെല്ലാം പൈസൻ്റെ പുറത്തല്ല, അത് അദ്ദേഹത്തിനും അറിയാം. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളതിന് പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വില കൽപ്പിച്ചിട്ടോ അല്ല. അതേപോലെ ഒരു കുട്ടിയുണ്ട് ഇവിടെ, 7ാമത്തെ മാസം പ്രസവം നടന്നു. ചെറിയ 600 ഗ്രാമുള്ള കുട്ടി. അവർ വിസിറ്റിന് വന്നതാണ്, വന്നിവിടെ പെട്ടുപോയതാണ്, പൈസ ഇല്ല. ആ കുട്ടിക്ക് NICU വേണം, നല്ലൊരു സംഖ്യ വരും. അവർ സത്യം പറഞ്ഞാൽ കുട്ടി വേണ്ട എന്നുള്ള മട്ടിലായിരുന്നു. അത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ഞങ്ങൾക്ക് പറ്റൂല സാർ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ. ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിവിടെ നിർത്തി, മദ്രസമേൽ നിർത്തി ആ കുട്ടീനെ ഇതാക്കി 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞത് ആ കുട്ടി ഇവിടെ. 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ചോദ്യമായി ഇതിനെങ്ങനെയെങ്കിലും ഇതൊന്ന് കാരണം അവൻ്റെ ചിരിയും കളിയൊക്കെ തുടങ്ങി 1 മാസം കൊണ്ട്. അവൻ്റെ ആ 2 മാസം കൊണ്ട് അവൻ്റെ ഇത് കണ്ടപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ഈ കുട്ടി എങ്ങനെ, ഒരു ആൺകുട്ടി, 5 പൈസ ഇല്ല, നമ്മൾ 3 മാസം ഇവിടെ നിർത്തി. നമ്മൾ ഒരു ബില്ലും ചെയ്തിട്ടില്ല, കാരണം അവർ പറഞ്ഞിട്ടല്ല നിർത്തിയത്. അവരടുത്ത് നമുക്ക് പൈസ ചോദിക്കാനും പറ്റൂല. പക്ഷെ ഞങ്ങളെ മനസ്സിൻ്റെ ഒരു ആ കുട്ടീനെ കാണുമ്പോൾ, ഞാനാണ് ആ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് അവസാനം കൊടുത്തത്. പക്ഷെ ആ കുട്ടി ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു 4-5 വയസ്സായിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടീൻ്റെ പേര് ബദർ എന്നാണ് അവരിട്ടത്, അതായത് ബദർസമ എന്നുള്ള, ബദർ എന്നുള്ള. ആ കുട്ടി പറഞ്ഞത് നിങ്ങളെ കുട്ടിയാണ്, ഞങ്ങളതല്ല, കാരണം ഞങ്ങൾ വിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട്. അങ്ങനത്തെ എത്രയോ ഉണ്ട്. മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ എമർജൻസി നാട്ടിലയക്കണം, സീരിയസ് ആണ്, നമ്മൾ സർജറി ചെയ്തു, അയാൾക്ക് പോകാൻ നോക്കുമ്പോൾ പാസ്പോർട്ട് വരെ ഇല്ല. 6 മാസമായിട്ട് സ്പോൺസർ പൈസയും കൊടുത്തിട്ടില്ല, ശമ്പളവും ഇല്ല, പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല, ആന്ധ്രക്കാരനാണ്. അപ്പോൾ ഞാൻ ഇടപെട്ടു. പിന്നെ എല്ലാ നാടും മുതൽ നാമസാഹിബ് നമ്മളെ വിദേശകാര്യ സഹമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് പാസ്പോർട്ടും ഇതും ഒക്കെ ആക്കി നാട്ടിലെ ആംബുലൻസും ഒക്കെ അറേഞ്ച് ചെയ്ത് നാട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ജീവനും ഇതൊക്കെ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. ആ തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. മരിച്ച മനുഷ്യനാണ് ശരിക്ക്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആ ആൾക്കാർ ആര് നാട്ടിൽ പോയിട്ട് വന്നാലും എനിക്കെന്തെങ്കിലും കൊണ്ടുവരും. അതാണ് മുറുക്കോ ചക്കിളിയോ അല്ലെങ്കിൽ ഷർട്ടോ മുണ്ടോ എന്തെങ്കിലും. ഞാൻ പിന്നെ അവരെ കാണുമ്പോൾ മുങ്ങി നടക്കലായി, കാരണം അവർ മാസങ്ങളോളം. കാരണം അതൊക്കെ ഒരു ഫീലിങ്സ് ആണ്. ഈയിടെ എൻ്റെ അടുത്തൊരു എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് ഭാര്യൻ്റെ ഡെലിവറി സിസേറിയൻ മാറ്റിവെക്കാൻ പറ്റുമോ, അടുത്ത വെള്ളിയാഴ്ചക്കാക്കാൻ പറ്റുമോ, കാരണം വെള്ളിയാഴ്ച അവധിയുള്ള അങ്ങേർക്ക്. അപ്പോൾ എലക്റ്റീവ് സിസേറിയനാണ്. അങ്ങനത്തെ അവസ്ഥ വരെയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല, ഡ്യൂട്ടി സമയം ക്രമീകരണം ഉണ്ടാവില്ല നമുക്ക് ഭക്ഷണത്തിൽ, വ്യായാമത്തിന് സമയം കിട്ടൂല. നമ്മൾ ഈ ജോലി കഴിയുന്നു, ഉറങ്ങുന്നു, വരുന്നു, പോകുന്നു, ഈ ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട് മാറുകയാണ്. അവസാനം ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് അക്കമുലേറ്റ് ആയി അവസാനം വലിയൊരു രോഗത്തിലോട്ടാണ് ഇത്. അതാണ് പ്രവാസത്തിൻ്റെ നഷ്ടം എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ ഒരു വീക്ക് ഒരു ഓഫ് കിട്ടിയാൽ അന്നും ഓവർ ടൈം എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓഫ് എടുക്കാതെ ഓവർ ടൈം എടുത്ത്, അപ്പോൾ എക്സസൈസ് ഇല്ല, ഫുഡിന് ടൈമില്ല, ക്രമീകരണമില്ല, പിന്നെ ആ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ് കിട്ടുന്നില്ല. ഇതൊക്കെ മറന്ന ഒരു പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിൽ അവസാനം നമ്മൾ പൈസ ഉണ്ടാക്കി നാട്ടിലെത്തുമ്പോൾ ജീവിക്കാൻ
മറന്നുപോയി എന്ന് അന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കാം. അപ്പം അത് പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മൾക്ക് എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. ഒന്നോ കിഡ്നി പേഷ്യൻ്റ് ഷുഗർ എന്തായാലും ഉണ്ടാവും, അതായത് ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുണ്ടാവും. ഒന്നും കിഡ്നി അല്ലെങ്കിൽ കരള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ തളർന്നിട്ടായിരിക്കും, ഒന്നും ഹാർട്ട് പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതാണ് ഈ പ്രവാസത്തിൻ്റെ ഒരു നഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്.